ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ പ്രൊമോ ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയിൽ ജിഷിനെയും മസ്താനിയെയും അനുമോളെയും ബഹിരാകാശത്തേക്ക് നേരിട്ട് പറത്തി ഫയർ ആവുന്ന ലാലേട്ടനെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. സ്റ്റേജിൽ നിന്ന് വരുമ്പോൾ തന്നെ ലാലേട്ടൻ അനുമോളോട് പറയുകയാണ്, അനുമോൾ നിങ്ങൾക്ക് നാണമുണ്ടോ? എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതൊരു ഷോയല്ലേ, ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷനില്ലേ? ജിഷിൻ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? മസ്താനി, കണ്ണുകൊണ്ട് നോക്കണ്ട, എൻ്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ശരി അനുമോൾ, ഞങ്ങൾ ആരും കാണാത്ത ഒരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, അതെങ്ങനെയാണ് അറിയില്ലെന്ന് പറയുന്നത്? തോന്നിയവാസം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവസാനിക്കുകയാണ്. അതായത് അനുമോൾ പറഞ്ഞിരിക്കുന്ന ആര്യനെക്കുറിച്ചും ജിസേലിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലാലേട്ടൻ ഈ ഒരു പ്രൊമോയിലൂടെ പറയുന്നത്. എന്തായാലും അത് ഗുരുതരമായ ഒരു അലിഗേഷൻ ആണ് എന്നുള്ളത് ഞാൻ എൻ്റെ മുൻപത്തെ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു. കാരണം പുറത്ത് ലൈഫുള്ള രണ്ട് വ്യക്തികളാണ്. ഒരു ഗെയിമേഴ്സ് എന്നതിലുപരി അവർക്ക് പുറത്ത് അവരുടെ ഭാവിയുണ്ട്, അവരുടെ ലൈഫുണ്ട്, അവർക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയും കണ്ടും വേണം നമ്മളൊരു ഗെയിം ഷോയിൽ ഏതൊരു കാര്യവും പറയാനും. ഒരു പക്ഷേ അനുമോൾ ഈ ഒരു കാര്യം കണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പ്രേക്ഷകർക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല അത് ബിഗ് ബോസിനാണ്. അതെന്തുമാവട്ടെ, അത് എപ്പിസോഡിൽ ഒരു പക്ഷേ നമുക്കറിയാൻ സാധിക്കും. എങ്കിലും അനുമോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അലിഗേഷൻ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത്, അതിൻ്റെ സീരിയസ്നെസ് ഒരുപക്ഷെ അനുമോൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അനുമോളുടെ ഭാഗത്ത് നിന്നും വരുന്ന ആ ഒരു റിയാക്ഷൻ എന്തായാലും ലാലേട്ടൻ ജിഷിനെയും മസ്താനിയെയും അനുമോളെയൊക്കെ ബഹിരാകാശത്തേക്ക് നേരിട്ട് പറത്തുന്നുണ്ട്. കാരണം അവരത്രത്തോളം ചീപ്പായ രീതിയിലാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടായത്. സത്യത്തിൽ അന്ന് ലൈവ് കാണുന്ന സമയത്ത് എങ്ങനെയാണ് അവർ കിടന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് ഭാഗം വരെയായിരുന്നു അവരുടെ പുതപ്പ് എന്നുള്ളതെല്ലാം ഡെമോൺസ്ട്രേഷൻ കാണിച്ചുകൊണ്ട് ഒരു ഗെയിം ഷോയുടെ നിലവാരം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ജിഷിനും മസ്താനിയും അനുമോളും ഒക്കെ പെരുമാറിയതിനെ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. 1% പോലും എനിക്കതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് തന്നെ ഇന്ന് അനുമോൾക്കും മസ്താനിക്കും ജിഷിനും കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ അത്രത്തോളം അത്രത്തോളം കലിപ്പിലാണ് നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തെ ഒരുപക്ഷെ അത്രത്തോളം സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇത്രയധികം ഫയർ ആവുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് എന്നുള്ളതെല്ലാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർത്തായിരിക്കും.